മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സിലെ കുറച്ച് MCQs ആണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. റെഡി? പോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഫെറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഫെറ്റ്? ഇതാണ് ചോദ്യം. ഫെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ്. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ് ഫെറ്റ്. ശരിയല്ലേ? അപ്പൊ ഇതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്. ഒന്ന് ജെ ഫെറ്റ് എന്നും രണ്ടാമത്തത് മോസ് ഫെറ്റ് എന്നും. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ഇവിടെ ഫെറ്റിന്റെ രണ്ട് ടൈപ്പ് ഇവിടെ ഉത്തരത്തിനകത്ത് വരുന്നുണ്ട്. ജെ ഫെറ്റും വരുന്നുണ്ട്, മോസ് ഫെറ്റും വരുന്നുണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് ആൻസർ എയും ബിയും വരും. ജെ ഫെറ്റ് എന്ന് വെച്ചാൽ എന്താ? ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ എന്താ? മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നുമാണ്. ഇതിനെ ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നും വിളിക്കാറുണ്ട്. ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്. കിട്ടിയോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലായോ? എന്താ ചോദ്യം? എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഫെറ്റ്? അല്ലെ? ജെ ഫെറ്റും വരും, മോസ്ഫെറ്റും വരും. അപ്പൊ ഉത്തരം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്ന, സെറ്റ് ആണെന്ന് വിചാരിക്കണം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഡസ് ജെ ഫെറ്റ് സ്റ്റാൻഡ് ഫോർ? വാട്ട് ഡസ് ജെ ഫെറ്റ് സ്റ്റാൻഡ് ഫോർ? പറഞ്ഞേ, എല്ലാവർക്കും അറിയാം ഉത്തരല്ലേ? പറഞ്ഞേ. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. പറഞ്ഞേ, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അവിടെ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ശരിയാണ്. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ജെ ഫെറ്റ് ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ഡസ് മോസ് ഫെറ്റ് സ്റ്റാൻഡ് ഫോർ? മോസ് ഫെറ്റ് സ്റ്റാൻഡ് ഫോർ. മോസ് ഫെറ്റ് സ്റ്റാൻഡ് ഫോർ പഠിച്ചോണേ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നുള്ള എല്ലാവർക്കും കിട്ടും. അതിന്റെ കൂടെ എന്തൊക്കെ ചേർക്കണം? മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഒന്നുകൂടെ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. മോസ്ഫെറ്റ്. വേറൊരു പേരോട് ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെയാ? ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അല്ലെ? IG ഫെറ്റ്. ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫെറ്റ് ഉണ്ട്. ക്ലിയർ ആണ്? അപ്പൊ മോസ്ഫെറ്റും പഠിച്ചേ. അടുത്ത് നോക്കാം. What is region between source and drain in JFET? സോഴ്സും ഡ്രെയിനും തമ്മിലുള്ള റീജിയനെ വിളിക്കുന്ന പേരെന്ത്? JFET-നകത്ത് സോഴ്സും ഡ്രെയിനും തമ്മിലുള്ള റീജിയനെ വിളിക്കുന്ന പേരെന്ത്? ഇതാണ് ചോദ്യം. ശ്രദ്ധിച്ചോണേ. ഈ കാണുന്നതാണ് ഒരു JFET-ന്റെ പിക്ചർ. അതിനകത്ത് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. 1, 2, 3. നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഏതൊക്കെയാണ് ആ റീജിയൻസ്? ഒന്ന് ഗേറ്റ്, രണ്ടാമത്തെ റീജിയൻ സോഴ്സ്, മൂന്നാമത്തെ റീജിയൻ ഡ്രെയിൻ. ശരിയല്ലേ? അല്ലെ? ഇവിടെയാണ് നമ്മുടെ സെമി കണ്ടക്ടർ അല്ലെ? P ടൈപ്പ് ആണോ N ടൈപ്പ് ആണോ ഇതൊക്കെ വരുന്നത് ഇവിടെ. ശരിയല്ലേ? നോക്കിക്കോണേ. ഇവിടെ P വരുവാണ്, ഇവിടെ N വരുവാണ്. അങ്ങനെയാണ് ഈ ഫെറ്റ് നമ്മൾ വിളിക്കുന്നത് N ചാനൽ. എന്താണ്? N ചാനൽ ജെ ഫെറ്റ് എന്നാണ്. എന്താണ്? N ചാനൽ ജെ ഫെറ്റ്. N ചാനൽ ജെ ഫെറ്റ്. ഇവിടെ N വന്നാൽ നമ്മളത് വിളിക്കും N ചാനൽ ജെ ഫെറ്റ്. ഇനി ഇതേ സ്ഥാനത്ത് ഇവിടെ P ഇവിടെ N വരികയാണെങ്കിലോ എന്ത് വിളിക്കും? പറ. P ചാനൽ ജെ ഫെറ്റ്. P ചാനൽ ജെ ഫെറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണേ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? സോഴ്സ് താണ്ടിയുണ്ട്, ഡ്രെയിനും. ശരിയല്ലേ? ആണോ? ഇവർക്കിടയിൽ വരുന്ന റീജിയൻ എന്ന് വെച്ചാൽ ഈ ഒരു റീജിയൻ. ശരിയല്ലേ? ഈ ഒരു റീജിയനെ വിളിക്കുന്ന പേരെന്ത്? ഇതാണ് ചോദ്യം. മനസ്സിലായി? വാട്ട് ഈസ് റീജിയൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഇൻ എ JFET? ഒരു JFET-നകത്ത് സോഴ്സും ഡ്രെയിനും തമ്മിൽ അതിനിടയ്ക്ക് വരുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ എന്താണെന്നറിയാവോ? അതിന്റെ ആൻസർ ചാനൽ എന്നാണ്. എന്താണ്? ചാനൽ എന്നാണ് ഈ റീജിയനെ വിളിക്കുന്ന പേര്. എന്ത് വിളിക്കും? ചാനൽ. ഈ റീജിയനെ വിളിക്കുന്ന പേര് ചാനലാണ് അല്ലെ?
ചാനൽ എന്നാണ് ഈ റീജിയനെ വിളിക്കുന്ന പേര്. പിടികിട്ടിയോ? ചാനൽ എന്നാണ് ഈ റീജിയനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഇവിടെ ചോദ്യം നോക്കാം. വിച്ച് ടെർമിനൽ ഡസ് കറന്റ് എൻ്റർ ദ ചാനൽ ഫ്രം JFET? ഇപ്പൊ നമ്മൾ പഠിച്ചുള്ള ചാനൽ, ഇതാണ് ചാനൽ. ആ ചാനലിനകത്ത് അല്ലെ ഒരു ടെർമിനലിനകത്തൂടെ കറണ്ട് എൻ്റർ ആവും അല്ലെ, അടുത്ത ടെർമിനലിനകത്തൂടെ കറണ്ട് ഇറങ്ങിപ്പോകും. ശരിയല്ലേ? ആ എൻ്റർ ആവുന്ന ടെർമിനലിനെ വിളിക്കുന്ന പേര് സോഴ്സ് എന്നാണ്. എന്താണ്? സോഴ്സ്. എന്താ വിളിക്കും? സോഴ്സ് അല്ലെ. സോഴ്സ് എന്ന് പറയുന്ന ടെർമിനലിനകത്തോടാണ് അല്ലെ, സോഴ്സിനകത്തോടാണ് കറണ്ട് എൻ്റർ ആവുന്നത്. ശരിയല്ലേ? അത് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് ഡ്രെയിനകത്തോടെ. ഇത് കൂടാതെ അല്ലെ ഈ കറണ്ട് ഫ്ലോ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരുണ്ട്? ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ക്ലിയർ? ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കണം. മുന്നോട്ട് പോവാം. റെഡി? നോക്കൂ. വാട്ട് ഈസ് പർപ്പസ് ഓഫ് ദ ഗേറ്റ് ഇൻ എ JFET? പർപ്പസ് ആണ്. ആരുടെ പർപ്പസ് ആണ്? ഗേറ്റിന്റെ. എവിടെ? JFET-നകത്ത്. ഉത്തരം പറ. പിടിച്ചു കഴിഞ്ഞല്ലോ അല്ലെ? എന്താണ് അയാളുടെ ജോലി? എന്താ? ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട്. ഗേറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു കൺട്രോൾ ഫ്ലോ ഓഫ് കറണ്ട് അല്ലെ, കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ പർപ്പസ്. What is the purpose of gate in JFET? ആൻസർ എന്താണ്? ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട്. ഓക്കെ, യെസ്. ശ്രദ്ധിക്കുക. What is region around PN junction in a JFET? Region around PN junction in a JFET. ശ്രദ്ധിക്കണേ, ഈ ഫിഗറിനകത്ത് നോക്കണേ. ഇവിടെ P ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ കണ്ട്, N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട് കണ്ട് അല്ലെ. ഇവിടെ ഒരു റീജിയൻ വരും ഇതിന് ചുറ്റും ഇങ്ങനെ. ഈ ഒരു റീജിയൻ വിളിക്കുന്ന പേര് എന്താണ്? മനസ്സിലായോ? PN ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷൻ അല്ലെ, ജംഗ്ഷന് ചുറ്റും ഒരു റീജിയൻ വരും. ഈ റീജിയൻ വിളിക്കുന്ന പേര് എന്ത്? ഇതാണ് ചോദ്യം. പറ, ഉത്തരം പറയാമോ? ചോദ്യം ഇതാണ്. വാട്ട് ഈസ് റീജിയൻ അറൌണ്ട് ദ PN ജംഗ്ഷൻ ഇൻ എ JFET? JFET-നകത്ത് PN ജംഗ്ഷൻ വരുന്നുണ്ട് അല്ലെ. ഈ റീജിയനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ആൻസർ ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് കേട്ടോ. ഡിപ്ലീഷൻ റീജിയൻ. ആൻസർ എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ. ആൻസർ എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് കേട്ടോ. ആൻസർ ഡിപ്ലീഷൻ റീജിയൻ ആണ്. ആൻസർ ഡിപ്ലീഷൻ റീജിയൻ ആണ്. ഡിപ്ലീഷൻ റീജിയൻ. റീജിയൻ അറൌണ്ട് PN ജംഗ്ഷൻ ഇൻ എ JFET-നെ വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ റീജിയൻ എന്നാണ്. ക്ലിയർ? അടുത്തത്, വാട്ട് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ്? ഗേറ്റും സോഴ്സും വരുന്നുണ്ട് അല്ലെ. അവിടുത്തെ ജംഗ്ഷനെ വിളിക്കുന്ന പേരെന്ത്? നോക്കണേ, എല്ലാവർക്കും അറിയാം, എന്നാലും നമുക്ക് നോക്കാം. ക്ലാസ്സിൽ പഠിച്ചതായിരിക്കുമല്ലോ. ഉറപ്പാണ്. യെസ്. 2. ഇതാരാ? ഗേറ്റ്. ഇതാരാ? ഡ്രെയിൻ. ഇതാരാ? സോഴ്സ് അല്ലെ. ഇവിടുള്ള ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരെന്ത്? എന്താ വിളിക്കും? പറ. ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ. പേര് പോലെ തന്നെ എളുപ്പമല്ലേ? ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ എളുപ്പമല്ലേ? ഗേറ്റും സോഴ്സും തമ്മിലുള്ള ജംഗ്ഷൻ വിളിക്കുന്നത് ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ അല്ലെ. ഡ്രെയിനും സോഴ്സും തമ്മിലുള്ള ജംഗ്ഷൻ വിളിക്കുന്ന പേര് ഡ്രെയിൻ സോഴ്സ് ജംഗ്ഷൻ. മനസ്സിലായോ? ഡ്രെയിൻ സോഴ്സ് ജംഗ്ഷനിലെ സോഴ്സ് ഡ്രെയിൻ ജംഗ്ഷൻ. അത്രയുള്ള കാര്യം, വേറെ കാര്യമൊന്നുമില്ല. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ചോദ്യം നോക്കിക്കോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ? ഡിപ്ലീഷൻ റീജിയന്റെ പർപ്പസ് എന്താണ്? ഒരു JFET-നകത്ത് ഡിപ്ലീഷൻ റീജിയന്റെ പർപ്പസ് എന്താണ് അല്ലെ? ഈ JFET ആണ് എന്തിനെ തീരുമാനിക്കുന്നത്? കറണ്ട് അല്ലെ, കറണ്ട് ഫ്ലോ, എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. കിട്ടുന്നുണ്ടോ? JFET എന്താണ്? JFET. ഓക്കെ, പഠിച്ചിട്ടുള്ളതാണേ. യെസ്, മുന്നോട്ട് പോവാം. Which of the following is not part of a JFET? JFET-ന്റെ പാർട്ട് അല്ലാത്ത ഏതെന്നാണ് ചോദ്യം. നോക്കണേ, ചാനൽ ഉണ്ട്, ചാനൽ പാർട്ടാ. ഗേറ്റ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്. ബേസ് ഉണ്ടോ? ബേസ് ഇല്ല. അപ്പൊ JFET-ന്റെ പാർട്ട് അല്ലാത്തത് ഈ കൂട്ടത്തിൽ ചാനൽ, ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ ഇതെല്ലാം പാർട്ടാണ്. ശരിയല്ലേ? ബേസ് പാർട്ടല്ല. ബേസ് സാധാരണ ഇതിലെ ട്രാൻസിസ്റ്ററിനകത്താണ് കേട്ടോ. JFET-നകത്ത് പ്രധാന ഒരു പാർട്ടായിട്ട് ആര് വരില്ല? ബേസ് വരില്ല. അടുത്തത്, വാട്ട് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ ദ N ചാനൽ JFET? N ചാനൽ JFET-നകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആര്? നോക്കണേ, നമ്മുടെ JFET പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? N ചാനൽ എന്നും P ചാനൽ.
എൻ ചാനൽ എന്നും പി ചാനൽ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതായിരുന്നു. ശരിയല്ലേ? ഇവിടെ എൻ വരികയാണെങ്കിൽ അതിന് എൻ ചാനൽ എന്നും, ഇവിടെ പി വരികയാണെങ്കിൽ നമ്മൾ അതിനെ പി ചാനൽ എന്നും വിളിക്കും. പിടികിട്ടിയ? ശ്രദ്ധിക്കുക, ഈ എൻ ചാനൽ ജെഫെറ്റിനകത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ്. എൻ ചാനൽ ജെഫെറ്റിനകത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഇവിടുത്തെ മൊബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. മൊബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ. നോയ്സ് എന്ന് പറയുന്നത് ലോ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ ആരുമായിട്ട്? പി ചാനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പോയിന്റ് പഠിക്കണം. എൻ ചാനൽ ജെഫെറ്റിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺസ്, മൊബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്, നോയ്സ് എന്ന് പറയുന്നത് ലോ ആണ്. നോടെ, എൻ ചാനൽ ജെഫെറ്റിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, മൊബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്, നോയ്സ് എന്ന് പറയുന്നത് ലോ ആണ്, കമ്പയർ ചെയ്യുന്ന പി ആയിട്ട്. ഓക്കെ. ഇനി പി ചാനലിനാണ് നോക്കിക്കോണേ. പി ചാനലിനകത്ത് ഹോൾസ് ആണ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ്. ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. പിടികിട്ടുന്നുണ്ടോ? യെസ്. മൊബിലിറ്റി എൻ ചാനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോ ആണ്, മൊബിലിറ്റി കുറവാണ്. ഇനി നോയ്സ് നോക്കുമ്പോൾ എൻ ചാനലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നോയ്സ് എന്ന് പറയുന്ന ഹൈ ആണ്. മറക്കാതെ പഠിക്കണം ഇത്. ജെഫെറ്റ് രണ്ട് ടൈപ്പ്, എൻ ചാനൽ, പി ചാനൽ. മെജോറിറ്റി കാരിയേഴ്സ് എൻ ചാനലിനകത്ത് ഇലക്ട്രോൺസ് അല്ലെ, പി ചാനലിനകത്ത് വരുമ്പം ഹോൾസ്. മൊബിലിറ്റി എന്ന് പറയുന്ന ഹൈ, ഇവിടെ ലോ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? തിരിച്ചു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ്? വാട്ട് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ്? മെജോറിറ്റി കാരിയേഴ്സ് എവിടെ? എൻ ചാനൽ ജെഫെറ്റിനകത്ത് മെജോറിറ്റി കാരിയർ ആര്? ചോദ്യം മനസ്സിലായല്ലോ, ഉത്തരം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇലക്ട്രോൺസ് ആണ്. ഇനി മെജോറിറ്റി കാരിയേഴ്സ് ഇൻ പി ചാനലിന് ചോദിച്ചാലോ? അപ്പൊ ഉത്തരം എന്താണ്? പി ചാനൽ ചോദിച്ചാൽ ഹോൾസ് അല്ലെ. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് ചോദ്യമെങ്കിലോ, ബി ജെ ടി ചോദിക്കുകയാണെങ്കിലോ അന്നേരം എന്താണ്? ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അല്ലെ. ബി ജെ ടി ചോദിച്ചാൽ ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. പി ചാനൽ ചോദിച്ചാൽ ഹോൾസ്, എൻ ചാനൽ ചോദിച്ചാൽ ഇലക്ട്രോൺസ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. മുന്നോട്ട് പോകണം. അപ്പൊ നോക്കിയേ, ജെഫെറ്റ് രണ്ടായിട്ട്, എൻ ചാനൽ, പി ചാനൽ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. യെസ്. വാട്ട് ഈസ് എ ബെനിഫിറ്റ് ഓഫ് യൂസിങ് എൻ ചാനൽ ജെഫെറ്റ്? ബെനിഫിറ്റ് അറിയണ്ട. ആരുടെ? എൻ ചാനൽ ജെഫെറ്റ് ഉപയോഗിക്കുമ്പോൾ ബെനിഫിറ്റ്. അപ്പൊ കമ്പാരിസൺ ആണ്, പി ചാനലുമായിട്ടുള്ള കമ്പാരിസൺ അവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ബെനിഫിറ്റ് ഓഫ് യൂസിങ് എൻ ചാനൽ ജെഫെറ്റ്? ഓക്കെ. ഹൈ നോയ്സ് അല്ല, നമ്മൾ പഠിച്ചു ലോ നോയ്സാ. ലോ നോയ്സാ, ശരിയല്ലേ? യെസ്. ലോ നോയ്സ് ആ വരട്ടത്. ലോ നോയ്സ് ആണ് വരട്ടത്. അപ്പൊ ഉത്തരം എന്താണ്? ലോ നോയ്സ്. അപ്പോഴേ ഉത്തരം കിട്ടി. ലോ നോയ്സ് ഓപ്പറേഷൻ. കിട്ടിയോ? യെസ്. വാട്ട് ഈസ് ബെനിഫിറ്റ് ഓഫ് യൂസിങ് എൻ ചാനൽ ജെഫെറ്റ്? എന്താണ്? ലോ നോയ്സ് ഓപ്പറേഷൻ. അതാണ് ഉത്തരം. ഓക്കെ. യെസ്. വാട്ട് ആർ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ ദ പി ചാനൽ ജെഫെറ്റ്? പി ചാനൽ ജെഫെറ്റിനകത്ത് മെജോറിറ്റി കാരിയർ ആര്? പി ചാനലാണേ. ശ്രദ്ധിക്കണേ, പി ചാനലാണ്. മെജോറിറ്റി കാരിയേഴ്സ് ഞാൻ അറിയേണ്ടത് ആരാ? ആരാ? ഹോൾസ് അല്ലേ? എളുപ്പല്ലേ? പറ. വാട്ട് ആർ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ ദ പി ചാനൽ ജെഫെറ്റ്? പി ചാനൽ ജെഫെറ്റിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആര്? ആൻസർ കിട്ടിയല്ലോ. ആരാ? ഹോൾസ്. അടുത്തത്, വാട്ട് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫെറ്റ്? അല്ലെ, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ത്? ഇയാളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ആംപ്ലിഫിക്കേഷൻ ആൻഡ് സ്വിച്ചിങ്. ആംപ്ലിഫിക്കേഷനും സ്വിച്ചിങ്ങും ആണ് ഒരു അല്ലെ ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്ററിന്റെ പ്രൈമറി ഫംഗ്ഷൻ. ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്ററിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആംപ്ലിഫിക്കേഷൻ ആൻഡ് സ്വിച്ചിങ് ആണ്. മറക്കാതെ പഠിച്ചോണം. ക്ലിയർ? ഓക്കെ. മുന്നോട്ട് പോവാം നമുക്ക്. പോരെ. വിച്ച് കമ്പോണന്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ വോൾട്ടേജ് കൺട്രോൾഡ് അറ്റുനേഷൻ? വോൾട്ടേജ് കൺട്രോൾഡ് അറ്റുനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണന്റ് ഏത്? അല്ലെ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണന്റ് ഏതാണ് ചോദ്യം. വിച്ച് കമ്പോണന്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ വോൾട്ടേജ് കൺട്രോൾഡ് അറ്റുനേഷൻ? അതിന്റെ ഉത്തരം ഇതാണ്. എന്താണ്? VVR. എന്താണ്? VVR അല്ലെ, VVR. VVR എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റർ ആണ്. ഇതിന്റെ പ്രത്യേകത അല്ലെ, ഈ റെസിസ്റ്റൻസ് മാറുന്നതാണ് അല്ലെ, റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നത് അല്ലെ. വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. എന്താണ്? വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. മനസ്സിലായോ? വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ, അതാണ് ഇതിന്റെ പേര്. വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. ക്ലിയർ? ഇവിടെ കിട്ടുന്നുണ്ടോ? വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ അല്ലെ, VVR. നോക്കി, വിച്ച് കമ്പോണന്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ വോൾട്ടേജ് കൺട്രോൾഡ് അറ്റുനേഷൻ? ആൻസർ VVR. യെസ്. ഇവിടെ നോക്ക്, വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെറ്റ്? ഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത് എന്ത്? നോക്കിയേ, ഇതിന് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട്, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട്, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട്. അതുപോലെ ലോ നോയിസ് ആണ്.
ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയാം അല്ലെ. ഫിറ്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയുന്നതാണ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് അതുപോലെ ലോ നോയ്സ്. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് അതുപോലെ നോയ്സ് കേട്ടോ. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് അതുപോലെ ലോ നോയ്സ്. ക്ലിയർ. ഓക്കെ, അടുത്ത നോക്ക്. ഇൻ വിച്ച് ആപ്ലിക്കേഷൻ VVR അല്ലെ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏത് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോണേ, ഓഡിയോ ആംപ്ലിഫയർ ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഓഡിയോ ആംപ്ലിഫയർ ആയിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത്. ഇൻ വിച്ച് ആപ്ലിക്കേഷൻ VVR is typically used. ആൻസർ എന്താണ്? ഓഡിയോ ആംപ്ലിഫയേഴ്സ്. ഓഡിയോ ആംപ്ലിഫയേഴ്സിനകത്താണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്ക്. വാട്ട് ഈസ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ FET ആൻഡ് VVR? FET എന്ന് വെച്ചാൽ എന്താ? ഒരു ട്രാൻസിസ്റ്റർ. VVR എന്ന് വെച്ചാൽ എന്താ? ഒരു റെസിസ്റ്റർ. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. FET എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. VVR എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ ആണ്. VVR എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ആണ്. ഓക്കെ, മുന്നോട്ട് പോകാം. വാട്ട് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫോട്ടോ ഡിറ്റക്ടർ? ഒരു ഫോട്ടോ ഡിറ്റക്ടറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ത്? ഓക്കെ, ഒരു ഫോട്ടോ ഡിറ്റക്ടർ, അതിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു അല്ലെ. അയാളുടെ ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വന്ന് വീഴുന്ന ഈ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായോ? വാട്ട് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫോട്ടോ ഡിറ്റക്ടർ അല്ലെ. ഒരു ഫോട്ടോ ഡിറ്റക്ടറിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ പ്രൈമറി ഫംഗ്ഷൻ. സോ കൺവേർട്ട് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഇതാണ് ഉത്തരം. ടു കൺവേർട്ട് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഇതാണ് ടു കൺവേർട്ട് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഓക്കെ, ക്ലിയർ ക്ലിയർ സെറ്റാണ്. യെസ്, മുന്നോട്ട് പോകാം. Which application uses photo detectors to measure distance? Distance measure ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോട്ടോ ഡിറ്റക്ടറിനെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു. Which application uses photo detector to measure distance? Distance measure ചെയ്യാന്നുള്ളത് അല്ലെ. യെസ്, നോക്കിക്കോണേ. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണത്. എന്താണ് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് അല്ലെ. നമ്മൾ എന്താ പറയും? ലിഡാർ. എന്താണ് ലിഡാർ? ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ലിഡാർ കേട്ടോ. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ശരിയല്ലേ. ഫോട്ടോ ഡിറ്റക്ടർ ഉപയോഗിച്ച് യെസ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അടുത്തത്. വാട്ട് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഈസ് ഡിസൈൻ ടു പാസ് ലോ ഫ്രീക്വൻസി സിഗ്നൽസ്? ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ശ്രദ്ധിക്കണേ. വാട്ട് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഈസ് ഡിസൈൻഡ് ടു പാസ് ലോ ഫ്രീക്വൻസി സിഗ്നൽ? ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ പാസ് ചെയ്യണം. ആൻഡ് അറ്റിനേറ്റ് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ എന്ത് ചെയ്യണം? അറ്റിനേറ്റ് ചെയ്യണം അല്ലെ. അത് ഇതിനകത്ത് ഏത് സിഗ്നൽ, ഏത് ടൈപ്പ് ഫിൽറ്റർ ഇതിനകത്ത് വരുന്നത്? നോക്കിയ തന്നിരിക്കുന്ന ഫിൽറ്റർ നോക്കിയേ. ഹൈ പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? വാട്ട് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഈസ് ഡിസൈൻ ടു പാസ് ലോ ഫ്രീക്വൻസി സിഗ്നൽ? ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ചെയ്യണം? പാസ് ചെയ്യണം അല്ലെ. അറ്റിനേറ്റ് ഹൈ ഫ്രീക്വൻസി. എന്റെ ഉത്തരം എന്താ വരുന്നത്? പറഞ്ഞാട്ടെ. എന്റെ ഉത്തരം വരുന്നത് ലോ പാസ് ഫിൽറ്റർ ആണ് കേട്ടോ. ലോ പാസ് ഫിൽറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യുന്നു അല്ലെ. ഹൈ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? അറ്റിനേറ്റ് ചെയ്യുന്നു. ക്ലിയർ. നോക്കിയേ. വിച്ച് ഫിൽറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ടു ബ്ലോക്ക് ചെയ്യാണ്? സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്? ബ്ലോക്ക് ചെയ്യാണ്. മനസ്സിലായോ അല്ലെ. ഒരു പ്രത്യേക റേഞ്ചുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യും. വൈൽ അലോയിങ് ഫ്രീക്വൻസീസ് ഔട്ട്സൈഡ് ദാറ്റ് റേഞ്ച്. ഔട്ട്സൈഡ് ദാറ്റ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി അലോ ചെയ്യും. എന്താണ്? ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം അല്ലെ. അതിനപ്പുറത്തോ അപ്പുറത്തുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യണം? അലോ ചെയ്യണം. ശരിയല്ലേ. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ എന്താ പറയുക? ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ ആണ്. ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്ററിനകത്ത് ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? അടുത്ത ആൾ എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. മനസ്സിലായോ? ബാക്കിയുള്ള ഫ്രീക്വൻസിയെ കടത്തിവിടുന്നു. ഒന്നുകൂടെ. ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്നു. പിടികിട്ടിയോ? ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നു? അലോ ചെയ്യുന്നു. അതിനെ എന്ത് വിളിക്കും? ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ അല്ലെ. സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ക്ലിയർ. ഇവിടെ നോക്കിയേ. വാട്ട് ഈസ് മെയിൻ പർപ്പസ് ഓഫ് ബാൻഡ് പാസ് ഫിൽറ്റർ? ബാൻഡ് പാസ് ഫിൽറ്റർ വന്നാൽ എന്താണ് നടക്കുന്നത്? മനസ്സിലായോ? ഇയാൾ ചെയ്യുന്ന എന്താ? ഇയാൾ അലോ ചെയ്യും. സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അതിനകത്ത് പാസ് ചെയ്യും. മനസ്സിലായി? സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അതിനകത്ത് എന്ത് ചെയ്യും? ക്ലിയർ. ടു അലോ സ്പെസിഫിക് റേഞ്ച് അല്ലെ. ആ പറയുന്ന റേഞ്ച് മാത്രം അല്ലെ കടത്തിവിടും. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? അവിടെ പിടിച്ചു നിർത്തും. തൊട്ട് മുന്നേ പിടിച്ച ബാൻഡ് പാസ് വരുമ്പോൾ എങ്ങനെയാണ്? ബാൻഡ്
ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്ററിനകത്ത് എങ്ങനെയായിരുന്നു? ബാൻഡ് സ്റ്റോപ്പിനകത്ത് എങ്ങനെയായിരുന്നു? തിരിച്ചായിരുന്നു അല്ലെ. ഒരു പ്രത്യേക റേഞ്ച് ഫ്രീക്വൻസി അങ്ങ് ബ്ലോക്ക് ചെയ്യും, ബാക്കിയുള്ളവരെ കടത്തിവിടും. ഇവിടെ തിരിച്ചാണ്, ഒരു പ്രത്യേക റേഞ്ചിന് മാത്രം കടത്തിവിടും, ബാക്കിയുള്ളവരെ ചെയ്യും സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായി? ഇതിന് എന്ത് വിളിക്കും? ബാൻഡ് പാസ് ഫിൽറ്റർ. ക്ലിയർ? യെസ്. നോക്കിക്കോണേ, വിച്ച് ടൈപ്പ് ഓഫ് ഫിൽറ്റർ is characterized by its ability to allow high frequency signals in the passive while attenuating low frequency signals in the attenuating. മനസ്സിലായി? ഇത് ഇതിനകത്ത് വരുമോ നമുക്ക്? ഇയാൾ ഇതിനകത്ത് വരും, ഇയാള് ഹൈ പാസ് ഫിൽറ്ററിനകത്താണ് വരുന്നത്. ഹൈ പാസ് ഫിൽറ്റർ. ഓക്കെ, നോക്കോണേ. യെസ്, ഇങ്ങനെ. അതായത് ഒരു പ്രത്യേക ഫ്രീക്വൻസി വരെ, അതായത് ലോ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കടത്തിവിടും. പാസ് ചെയ്യും. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. മനസ്സിലായി? ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ആരാ? ലോ പാസ് ഫിൽറ്റർ. മനസ്സിലായി? ലോ പാസ് ഫിൽറ്റർ പിടി കിട്ടിയോ? ഇനി നോക്കിയേ, ഹൈ പാസ് ഫിൽറ്റർ വരുമ്പോ അല്ലേ? യെസ്, ലോ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ലോ ഫ്രീക്വൻസി ഒന്നും കടത്തി വിടത്തില്ല അല്ലെ. ഹൈ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കടത്തി വിടും. മനസ്സിലായി? പിടി കിട്ടിയോ? ഹൈ ഫ്രീക്വൻസിയെ കടത്തി വിടും. പിടി കിട്ടിയോ? ഓക്കെ, ഇനി നോക്കിക്കോണേ, ഒരു പ്രത്യേക ബാൻഡ് എടുക്കാണ് അല്ലെ, ഒരു പ്രത്യേക ബാൻഡ് പാസ് കൊടുക്കാണ്. ബാൻഡ് പാസ് ഫ്രീക്വൻസി ആണെങ്കിൽ അല്ലെ, ആ ഒരു പ്രത്യേക ബാൻഡിലുള്ളതിന് മാത്രം, അതായത് ഇവിടുത്തേനെ കടത്തിവിടുന്നില്ല, ആ ഒരു പ്രത്യേക സ്ഥലത്തുള്ളതിന് മാത്രം കടത്തിവിടില്ല. ഇവിടെയാണ് പാസ് ചെയ്യുന്നത്. ബാക്കിയുള്ള എന്ത് ചെയ്യും? ബ്ലോക്ക്. മനസ്സിലായി? ബാൻഡ് പാസ്. മനസ്സിലായി? ഇനി ബാൻഡ് സ്റ്റോപ്പ് ആണെങ്കിൽ അല്ലെ, ഇവിടെയും കടത്തിവിടും അല്ലെ, ആ ഒരു പ്രത്യേക ഫ്രീക്വൻസി റേഞ്ച് കടത്തിവിടുന്നില്ല, അത് ഇനി വീണ്ടും കടത്തി. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, മുന്നോട്ട് പോവാം. വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോട്ടോഡയോഡ്? ഫോട്ടോഡയോഡിന്റെ കൺസ്ട്രക്ഷന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയൽ ആണ് എന്നാണ് ചോദ്യം അല്ലെ. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ സെമി കണ്ടക്ടർ എന്ന ആശയം വരും അല്ലെ. ആൻസർ എന്താ വരുന്ന? സിലിക്കൺ ആണ്. മനസ്സിലായി? വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോട്ടോഡയോഡ്? ഉത്തരം എന്താണ്? സിലിക്കൺ ആണ്. ക്ലിയർ? ഓക്കെ, യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് an LDR, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. ലൈറ്റിന് അനുസൃതമായിട്ടാണ് ആ റെസിസ്റ്ററിന്റെ കാര്യം. നോക്കിക്കോണേ, ഒരു മെറ്റീരിയൽ ഇരിക്കുക, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ആ മെറ്റീരിയലിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്ന അനുസരിച്ചിട്ട്, ശരിയല്ലേ, ആ ലൈറ്റിനകത്തുള്ള എനർജി ഒക്കെയാണ്, ശരിയല്ലേ, ഇവിടുത്തെ ഇലക്ട്രോൺസ് ഒക്കെ ഒന്ന് ഫ്രീ ആയി ഇവരെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഒഴുകാൻ തുടങ്ങും. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങും, കറണ്ട് ഫ്ലോ കൂടാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് അല്ലെ, ഈ ലൈറ്റ് വന്ന് വീഴുന്ന ഇവിടുത്തെ എന്താ? റെസിസ്റ്റൻസ് കുറയാണ്. സോ ഇവിടുത്തെ ഉത്തരം എന്താ? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യത്തിനകത്ത് ചോദിച്ചേക്കുന്നത് അല്ലെ, ശരിയായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാനാണ്. നമുക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആണോ വിത്ത് ഇൻക്രീസിങ് ലൈറ്റ്? അല്ല അല്ലെ, ലൈറ്റ് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുതലല്ല, കുറയുക. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ലൈറ്റ്. ലൈറ്റ് വന്ന് വീഴുന്ന അനുസരിച്ച് എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് കുറയാണ്. മനസ്സിലായോ? ഓക്കെ അല്ലെ. അപ്പൊ ഉത്തരം ഏതാ വരുന്ന? ഉത്തരം ഏതാ? യെസ്, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്ററിന്റെ കേസിൽ, LDRന്റെ കേസിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വന്ന് വീഴുന്ന ലൈറ്റിനനുസരിച്ച് എന്ത് ചെയ്യും? ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് കുറയാൻ തുടങ്ങും, ഇവിടുത്തെ കറണ്ട് ഫ്ലോ അങ്ങോട്ട് കൂടാൻ. മനസ്സിലായി? ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്ററിനകത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുവാണ് അല്ലെ. ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുകയാണ്, കണ്ടക്ടിവിറ്റി കൂടുകയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, വിച്ച് ഡിവൈസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റംസ് ടു സെൻസ് ആംബിയന്റ് ലൈറ്റ് ലെവൽസ്? ആൻസർ എന്താണ്? LDR ആണ്. എന്താണ്? LDR, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അല്ലെ. വിച്ച് ഡിവൈസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റം ടു സെൻസ് ആംബിയന്റ് ലൈറ്റ് ലെവൽസ്? അല്ലെ, വന്ന് വീഴുന്ന ലൈറ്റ് കാരണം റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടി വരും, റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞു വരും, ശരിയല്ലേ. ലൈറ്റിന്റെ അളവ് കുറയുന്ന അനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടി വരും. അപ്പൊ ലൈറ്റിന്റെ ലെവല് അല്ലെ സെൻസ് ചെയ്യുന്നതാണ് LDR. മനസ്സിലായി? അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ അണയും വത്തിയൊക്കെ ചെയ്യും. ഓക്കെ, ശരി. വിച്ച് ടൈപ്പ് ഫോട്ടോ ഡിറ്റക്ടർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഡ്യൂ ടു ഇറ്റ്സ് ഫാസ്റ്റ് റെസ്പോൺസ് ടൈപ്പ്? ഫോട്ടോ ഡിറ്റക്ടർ. Which type photo detector is commonly used in fiber optic communication system due to its fast response
യെസ്, ആൻസർ ഫോട്ടോ ഡയോഡ് ആണ് കേട്ടോ. ഫോട്ടോ ഡയോഡുകളാണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോട്ടോ ഡയോഡ്. ക്ലിയർ? യെസ്. അത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് കോമൺ ആപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോ ഡയോഡ്? ഫോട്ടോ ഡയോഡിന്റെ അല്ലെ കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനകത്ത് വരാത്തത് ഏതാണ് ചോദ്യം? വരാത്തത് സോളാർ എനർജി കൺവേർഷൻ വരുന്നുണ്ട്, ശരിയാണ്. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ശരി. സ്മോക്ക് ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. ഈ 3 കാര്യത്തിന് ആരെ ഉപയോഗിക്കാറുണ്ട്? അല്ലെ കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. ഫോട്ടോയുടെ കോമൺ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ് ഇവർ 3 പേരും. സോളാർ എനർജി കൺവേർഷൻ ഉപയോഗിക്കാറുണ്ട്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, സ്മോക്ക് ഡിറ്റക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വരാത്ത ഓഡിയോ ആംപ്ലിഫിക്കേഷൻ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആപ്ലിക്കേഷനകത്ത് വരാത്തത് ആരാണ്? അല്ലെ ഓഡിയോ ആംപ്ലിഫിക്കേഷൻ ആണ് വരാത്തത്. ക്ലിയർ? അടുത്ത് നോക്ക്. വാട്ട് ഈസ് ഗെയിൻ ഓഫ് an inverting op-amp? ഇൻവേർട്ടിംഗ് op-amp ആണ്, ശരിയല്ലേ? യെസ്. വിത്ത് R1 എന്ന് പറയുന്ന 1 കിലോ ഓം ആൻഡ് R2 എന്ന് പറയുന്ന 5 കിലോ ഓം. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ആണോ? അല്ലെ ഇൻവേർട്ടിംഗ് op-amp ആണെന്ന് പറയുന്നുണ്ട്. ഇൻവേർട്ടിംഗ് op-amp. ഇൻവേർട്ടിംഗ് op-ampന്റെ ഗെയിൻ കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? പറ. R2 by R1. ഇൻവേർട്ടിംഗ് ആണ്, സോ നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലെ, -R2 by R1. ചിലപ്പോൾ നിങ്ങൾ ഇതിന് ഇങ്ങനെ ആയിരിക്കും പഠിച്ചേക്കുന്നത്. ഈ R2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. സോ -RF ഡിവൈഡ് ബൈ R1 എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതും ശരി തന്നെയാണ്. AV = R2 by R1 അല്ലെ? ആണോ? ഈ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണെന്ന് എല്ലാവർക്കും അറിയാം. വി ഔട്ട് ഡിവൈഡ് ബൈ വി ആണ് അല്ലെ? ക്ലിയർ? അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? വി ഔട്ട് ഡിവൈഡ് ബൈ ദാറ്റ് ഈസ് AV = R2 by R1 ചെയ്താൽ മതി. നോക്ക്, -5K ഡിവൈഡഡ് ബൈ അല്ലെ? യെസ്, 1K എന്നാണ്. 5 എന്ത് കിട്ടും? -5 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഗെയിൻ എന്താ കിട്ടുന്നത്? പറ. ഇവിടുത്തെ ഗെയിൻ എത്ര കിട്ടുന്നത്? അല്ലെ 5 എന്നല്ലേ കിട്ടുന്നത്? -5. ആൻസർ എന്താണ്? -5. ഇന്നോടെ ചോദ്യം ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ഗെയിൻ ഓഫ് ആൻ ഇൻവേർട്ടിംഗ് op-amp സർക്യൂട്ട് വിത്ത് R1 എന്ന് പറയുന്ന 1 കിലോ ഓം ആൻഡ് R2 എന്ന് പറയുന്നത് 5 കിലോ. ആൻസർ എന്താ വരുന്നത്? അല്ലെ ഈ ഇക്വേഷൻ എന്താ? -R2 by R1 ദാറ്റ് ഈസ് ഈക്വൽ ടു -RF by R1 എന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെ അല്ലെ? -5/1 ആൻസർ -5. ഓക്കെ, യെസ്. അടുത്ത നോക്കുക. വാട്ട് ഈസ് വാല്യൂ ഓഫ് R2? R2ന്റെ വാല്യൂ ആണ് അറിയേണ്ടത്. റിക്വയർഡ് ഫോർ ആൻ ഇൻവേർട്ടിംഗ് op-amp സർക്യൂട്ട് വിത്ത് ഗെയിൻ തന്നിട്ടുണ്ട്. ഗെയിൻ എത്ര തന്നിരിക്കുന്നത്? -10. അപ്പം AV തന്നിട്ടുണ്ട് -10, R1 തന്നിട്ടുണ്ട് 2 കിലോ ഓം. കണ്ടുപിടിക്കേണ്ടത് R2ന്റെ വാല്യൂ ആണ്, ശരിയല്ലേ? AV = നമ്മൾ പഠിച്ചിട്ടുണ്ട് R2 by R1 എന്ന് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ആണോ? ആണ്. then -R2 = എന്തെന്ന് എഴുതാം? -R2 പറഞ്ഞേ AV × R1 എന്ന് എഴുതാം, ശരിയല്ലേ? നോക്ക്, ഇവിടെ -R2 that is equal to പറഞ്ഞേ -R2 that is equal to AV എത്ര വരുന്നേ? AV -10 × 2 കിലോ ഓം, ശരിയല്ലേ? ആണോ? എത്ര കിട്ടും? -20 കിലോ ഓം എന്ന് കിട്ടും, ശരിയല്ലേ? ഇപ്പുറത്തൊരു -1 R2 ആണ്. മൈനസ് കട്ടായി പോയി. R2 = എത്ര എഴുതാം? 20 കിലോ. ക്ലിയർ? എളുപ്പമാണോ? എളുപ്പമാണ്. ഒന്നുകൂടെ. വിച്ച് വാല്യൂ ഓഫ് R2 is required for an inverting op-amp circuit with gain of -10? ഗെയിൻ എത്ര? -10. R1 എന്ന് പറയുന്നത് 2 കിലോ. ആൻസർ എന്താ കിട്ടുന്നത്? മനസ്സിലായി? എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായ അല്ലെ? കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? അല്ലെ R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള തൊണ്ടൊന്നും ചെയ്തു, അത്രേ ഉള്ളൂ കാര്യം. എളുപ്പമാണെന്ന് വിചാരിക്കാം. ഓക്കെ, നോക്കാം. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടത്. വി ഔട്ട് ആണ് കണ്ടത്. ഓഫ് ആൻ ഇൻവേർട്ടിംഗ് op-amp ആണ്. വി ഇന്ന് തന്നിട്ടുണ്ട്. വി ഇന്ന് എത്ര തന്നേക്കുന്നത്? 2 വോൾട്ട് അല്ലെ? R1 R2 ഒക്കെ തന്നിട്ടുണ്ട്. R1 എത്ര തന്നേക്കുന്നത്? 1K ഓം. R2 എത്ര തന്നേക്കുന്നത്? 3K ഓം. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താ? വി ഔട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് കാണണ്ടേ, ശരിയല്ലേ? എങ്ങനെയാ കാണുന്നത്? ഇവർ തമ്മിലുള്ള റിലേഷൻ വെച്ച് നമുക്കൊരു കാര്യം അറിയാം അല്ലെ? AV അറിയാം. AV = എന്താ കിട്ടുന്നത്? 3/1, ശരിയല്ലേ? യെസ്, അതായത് -3/1 എന്നാണ് കിട്ടണേ. അതായത് ഗെയിൻ എത്ര കിട്ടുന്നത്? ഗെയിൻ കിട്ടിയേക്കുന്നത് എത്ര? -3 എന്നാണ് കിട്ടിയേക്കുന്നത്. അവിടുത്തെ ഗെയിൻ -3 ആണ്, ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ എന്ന് പറയുന്നതാണ് AV. സോ വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? -3 എന്ന് കിട്ടി. നമുക്ക് കിട്ടുന്നത് വി ഔട്ട് ആണ്. സോ വി ഔട്ട് = -3 × വി ഇൻ എന്ന് വരും, ശരിയല്ലേ? വി ഇൻ എത്ര എന്ന ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? വി ഇൻ 2 എന്നല്ലേ തന്നേക്കുന്നത്? അപ്പം -3 × 2 എത്ര കിട്ടും? -6
-6 വോൾട്ട്. പറ, ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഒന്നുകൂടെ നോക്കിക്കേ. വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ് സർക്യൂട്ട് വിത്ത് വി എൻ എന്ന് പറയുന്നത് 2 വോൾട്ട്. R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട് അല്ലെ? ഔട്ട്പുട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? യെസ്. നമുക്കറിയാം എ വി ആദ്യം കണ്ടുപിടിക്കുക. എ വി എന്ന് പറയുന്നത് -3. നിങ്ങൾക്ക് ഇതിനും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, ചെയ്യുന്നവരുണ്ടാവുകയും ഫാസ്റ്റ് ആയിട്ട്. യെസ് യെസ്, ഞാൻ എല്ലാവർക്കും ഒന്ന് മനസ്സിലാൻ വേണ്ടിയാണ് സ്ലോ ആയി. ഓക്കെ, അപ്പൊ എ വി അല്ലെ, വി ഔട്ട് ഡിവൈഡ് ബൈ വി എന്ന് പറയുന്നത് -3 ആണ്. ദെൻ വി ഔട്ട് കാണാൻ -3 ഇൻറ്റു വി എൻ. സോ -3 ഇൻറ്റു 2 -6. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ടിപ്പിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ഒപ്പാമ്പ്? ഒപ്പാമ്പിന്റെ ടിപ്പിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ? യെസ്, എന്താണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? എന്താണ്? വെരി ഹൈ ആണ്, വെരി ഹൈ. വാട്ട് ഈസ് ടിപ്പിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ഒപ്പാമ്പ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഹൈ സ്റ്റെബിലിറ്റി ഉള്ള ആളാണ് എന്ത്? ഒപ്പാമ്പ്. ക്ലിയർ? നോക്കാം. വാട്ട് ഈസ് ടിപ്പിക്കൽ പവർ കൺസപ്ഷൻ ഓഫ് ആൻ ഒപ്പാമ്പ്? ഒരു ഒപ്പാമ്പിന്റെ ടിപ്പിക്കൽ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ലോ ആണ്, ലോ ആണ്. സോ ആൻസർ ലെസ് ദാൻ 10 milliampere. ലോ വാല്യൂ ആണ് എത്ര? ലെസ് ദാൻ 10 milliampere. ഒന്നുകൂടെ, വാട്ട് ഈസ് ടിപ്പിക്കൽ പവർ കൺസപ്ഷൻ ഓഫ് ആൻ ഒപ്പാമ്പ്? ആൻസർ എന്താണ്? ലോ ആണ്, ലെസ് ദാൻ 10 milliampere. ഓക്കെ, അവിടെ നോക്ക്. വാട്ട് ഈസ് ടിപ്പിക്കൽ CMRR? CMRR എന്ത്? CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അല്ലെ? ഓഫ് ആൻ ഓപ്പാമ്പ്. ഒരു ഓപ്പാമ്പിന്റെ CMRR വാല്യൂ എങ്ങനെ സാധാരണ ഗതിയിൽ വരുന്നത് നോക്കി. ഹൈ വാല്യൂ വരുന്ന കേട്ടോ, ഹൈ വാല്യൂ എത്ര? 80 ഡെസിബിൾ തൊട്ട് 100 ഡെസിബിൾ വരെ കേട്ടോ. ഡെസിബിൾ 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 ഹൈ ആണ്. CMRR ഒപ്പാമ്പിന്റെ ഹൈ ആണ് 80 തൊട്ട് 100, 80 തൊട്ട് 100 വരെ, 80 തൊട്ട് 100 വരെ അല്ലെ? CMRR ഒപ്പാമ്പ്. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ 80 ഡെസിബിൾ തൊട്ട് 100 ഡെസിബിൾ വരെയാണ് വരുന്നത്. ഓക്കെ, യെസ്. വാട്ട് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് CMRR ഇൻ ആൻ ഒപ്പാമ്പ്? ഒരു ഒപ്പാമ്പിനകത്ത് CMRRന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? എന്താ അല്ലെ? ടു റിജക്ട് കോമൺ മോഡ് സിഗ്നൽസ്. എന്താണ്? ടു റിജക്ട് കോമൺ മോഡ് സിഗ്നൽ. കോമൺ മോഡ് സിഗ്നൽസിനെ റിജക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ഇതിന്റെ പ്രൈമറി യെസ് ഫംഗ്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഫോർ CMRR? നമ്മൾ കണ്ടതാണ് യൂണിറ്റ് എന്താണ് അല്ലെ? ഡെസിബിൾസ് ആണ്. എന്താണ്? ഡെസിബിൾസ്. ഡെസിബിൾസ് ആണ് യൂണിറ്റ് അല്ലെ? വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഫോർ CMRR? ഡെസിബിൾസിലാണ് മെഷർ ചെയ്യുന്നത്, കണ്ടല്ലോ. ഓക്കെ, വാട്ട് ഡസ് LED സ്റ്റാൻഡ് ഫോർ? LED എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഒന്നോടെ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് LED ഓവർ ഇൻകാൻഡസെന്റ് ബൾബ്? ഇൻകാൻഡസെന്റ് ബൾബിന് വെച്ച് നോക്കുമ്പോൾ LED അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നേ? ലോവർ കോസ്റ്റ് ആണ് അല്ലെ? ലോവർ കോസ്റ്റ് ആണ്, ശരിയാ. ഹയർ എനർജി എഫിഷ്യൻസി ഉണ്ട്, അതും ശരിയാ. ലോങ്ങർ ലൈഫ് സ്പാൻ ഉണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം LED ഇൻകാൻഡസെന്റ് ബൾബിന് വെച്ച് നോക്കുമ്പോൾ അല്ലെ ലോവർ കോസ്റ്റ് ആണ്, ഹയർ എഫിഷ്യൻസി ഉണ്ട്, ലോങ്ങർ ലൈഫ് സ്പാൻ ഉണ്ട്. സോ എല്ലാം വരുന്നുണ്ട്, ഓൾ ഓഫ് ദി അബവ്. ക്ലിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് LED ഓവർ ഇൻകാൻഡസെന്റ് ബൾബ്? ആൻസർ എന്താണ് അല്ലെ? ലോവർ കോസ്റ്റ് ആണ്, ഹയർ എനർജി എഫിഷ്യൻസി ഉണ്ട്, ലോങ്ങർ ലൈഫ് സ്പാൻ ഉണ്ട്. സോ എല്ലാം വരുന്നുണ്ട്. അടുത്തത്, വാട്ട് ഈസ് പ്രൈമറി മെറ്റീരിയൽ? പ്രൈമറി മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് LED? LED ഉപയോഗിക്കാൻ ഇതിനകത്ത് ആരും ഉപയോഗിക്കുന്നത് നോക്കുന്ന നമുക്കറിയാം. സിലിക്കൺ, ജെർമീനിയം, ഗാലിയം ആഴ്സനൈഡ് ഇതൊക്കെയാണല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് LED നിർമ്മിക്കുന്നത്? ഗാലിയം ആഴ്സനൈഡ്. വാട്ട് ഈസ് ദ പ്രൈമറി മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് LED? LED ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രൈമറി മെറ്റീരിയൽ എന്താണ്? ഗാലിയം ആഴ്സനൈഡ് ആണ്. ഓക്കെ, യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED? LED ക്യാരക്ടറിസ്റ്റിനകത്ത് വരുന്ന ഏത്? ഹൈ പവർ കൺസപ്ഷൻ തെറ്റ്, ലോ ബ്രൈറ്റ്നസ് തെറ്റ്, ഹൈ ഹീറ്റ് ജനറേഷൻ തെറ്റ് അല്ലെ? അപ്പൊ ഉത്തരം എന്താ പറയേണ്ടത്? ഉത്തരം വേണ്ടത് ലോങ് ലൈഫ് സ്പാൻ ആണ്. ലോങ് ലൈഫ് സ്പാൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED? എന്താണ്? ലോങ് ലൈഫ് സ്പാൻ. ഓക്കെ, അടുത്ത നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. LEDs are typically more energy efficient than incandescent bulb. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ട്രൂ ആണ്. LEDs are typically more energy efficient than incandescent
ബൾബ്. ഇവിടെ നോക്കിയേ, LEDs പ്രൊഡ്യൂസ് മോർ ഹീറ്റ് ദാൻ ഇൻകാൻസെന്റ് ലാമ്പ് എന്നുള്ളത് ഫോൾസ് ആണ് അല്ലെ. LEDs പ്രൊഡ്യൂസ് മോർ ഹീറ്റ് ദാൻ അല്ലെ, ഹീറ്റ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. യെസ്, ഫോൾസ് ആണ്, ഫോൾസ്. ക്ലിയർ? ഓക്കെ ഓക്കെ. അവിടെ നോക്കൂ, ഓൺ വാട്ട് പ്രിൻസിപ്പിൾ ഡസ് എ ഫോട്ടോ ഡയോഡ് വർക്ക്? ഫോട്ടോ ഡയോഡ് വർക്ക് ആവുന്ന പ്രിൻസിപ്പിൾ എന്ത്? ഫോട്ടോ ഡയോഡ് വർക്ക് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലൈറ്റിന്റെ അബ്സോർപ്ഷൻ നടക്കണം. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ആണ് ഫോട്ടോ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെ. മറ്റു ഓപ്ഷൻസ് നോക്കി, എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോ കെമിക്കൽ എഫക്ട്, അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിനെ അബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ് ഫോട്ടോ ഡയോഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഹൗ ഈസ് എ ഫോട്ടോ ഡയോഡ് ഈസ് ബയാസ്ഡ്? ഫോട്ടോ ഡയോഡ് എങ്ങനെയാണ് ബയാസ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ? റിവേഴ്സ് ബയാസ്ഡ്. എങ്ങനെയാണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ് കേട്ടോ, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്, പഠിക്കണം. ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്, ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, യെസ്. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ? വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ എലിയർ വർക്ക് ഓൺ? ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്ററിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. ലൈറ്റ് വന്ന് വീഴുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ലൈറ്റ് വന്ന് വീഴുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കുറയുക ചെയ്യുന്നത്. ലൈറ്റ് വന്ന് വീഴുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, കണ്ടക്ടിവിറ്റി കൂടും, ശരിയല്ലേ? അപ്പം കണ്ടക്ടിവിറ്റി ഇങ്ങനെ കൂടുന്നതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്ട്. എന്താ വിളിക്കും? ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്ട്. അപ്പൊ ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ വർക്ക് ആവുന്ന പ്രിൻസിപ്പിൾ ആണ് ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്ട് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ലൈറ്റ് വന്ന് വീഴുന്തോറും റെസിസ്റ്റൻസ് കുറയും, കണ്ടക്ടിവിറ്റി കൂടും, ഇലക്ട്രോൺസിന്റെ ഫ്ലോ കൂടും, കറണ്ട് ഫ്ലോ കൂടും. മനസ്സിലായെന്ന് വിചാരിക്കും. കിട്ടിയപ്പോ ഒന്നുകൂടെ, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്ററിന്റെ അല്ലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഫോട്ടോ കണ്ടക്റ്റീവ് എഫക്ട് ആണ്. ഓക്കെ. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ LDR? LDRനകത്ത് ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത് ആണ് ചോദ്യം. ആയിക്കോണേ, എന്തൊക്കെയാ? യെസ്, കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ് CDS, കാഡ്മിയം സൾഫൈഡ്. അത് കൂടാതെ കാഡ്മിയം സെലനൈഡ് ഉണ്ട് കേട്ടോ. കാഡ്മിയം സൾഫൈഡ് ഉപയോഗിക്കുന്നത്, കാഡ്മിയം സെലനൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലനൈഡ്, ഇതൊക്കെ എന്താണ്? LDRനകത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഇവരുടെ പ്രത്യേകത, ലൈറ്റ് കുറയുമ്പോൾ ഇവരുടെ റെസിസ്റ്റൻസ് കൂടും, ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇവരുടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. കിട്ടിയോ? അപ്പൊ കാഡ്മിയം സൾഫൈഡും കാഡ്മിയം സെലനൈഡും ഉണ്ട് കേട്ടോ. കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലനൈഡ്, യെസ്, ഇവരെയാണ് LDRനകത്ത് കോമൺ ആയിട്ട് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസ് ഇസ് എ സോളാർ സെൽ? സോളാർ സെൽ എന്ന് പറയുന്ന ഏത് ടൈപ്പ് ഡിവൈസ് ആണ്? സോളാർ സെൽ. സോളാർ സെൽ എന്ന് പറയുന്ന ഒരു PN ജംഗ്ഷൻ, യെസ്, PN ജംഗ്ഷൻ ടൈപ്പ് ആണ്. PN ജംഗ്ഷൻ ടൈപ്പ് ആണ് സോളാർ സെൽ. PN ജംഗ്ഷൻ ആണ്, PN ജംഗ്ഷൻ ആണ് സോളാർ സെൽ, PN ജംഗ്ഷൻ. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഓപ്പറേഷൻ ഓഫ് എ സോളാർ സെൽ? ഒരു സോളാർ സെല്ലിന്റെ ഓപ്പറേഷനിലുള്ള പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ്? ഫോട്ടോ കണ്ടക്ടിവിറ്റി വീഡിയോനകത്ത് പഠിച്ചു അല്ലെ. ഫോട്ടോ വോൾട്ടോയിക് എഫക്ട്. എന്താണ്? ഫോട്ടോ വോൾട്ടോയിക് എഫക്ട് അല്ലെ. ഫോട്ടോ വോൾട്ടോയിക് എഫക്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഫോട്ടോ വോൾട്ടോയിക് എഫക്ട്, ഫോട്ടോ വോൾട്ടോയിക് എഫക്ട്. അടുത്തത്, വിച്ച് സിഗ്നൽസ് ക്യാൻ an ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ? ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഓപ്പാമ്പിന് ഏത് ടൈപ്പ് സിഗ്നലിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്? AC പറ്റുമോ? പറ്റും. DC പറ്റുമോ? പറ്റും. സോ AC ഉണ്ട്, DC ഉണ്ട്. Which signals can an operational amplifier amplify? AC ഉണ്ട്, DC ഉണ്ട്, both AC and DC. നോയ്സ്, നോയ്സ്, നോയ്സ് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നോയ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻ കാറ്റഗറീസ്. രണ്ട് കാറ്റഗറി ആയിട്ടാണ്. ഏതൊക്കെയാണത്? ഓപ്ഷൻസ് നോക്കി, ഇന്റേണൽ, എക്സ്റ്റേണൽ, തെർമൽ, നോൺ തെർമൽ, കൊഹറന്റ് ആൻഡ് ഇൻകൊഹറന്റ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ. ഉത്തരം ഏതാണെന്നറിയോ? സിമ്പിൾ ആണ്, സിമ്പിൾ ആണ് ഉത്തരം. യെസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ നോയ്സ്, എക്സ്റ്റേണൽ നോയ്സ്, ഇന്റേണൽ നോയ്സ്, എക്സ്റ്റേണൽ നോയ്സ്, ഇങ്ങനെ രണ്ടായിട്ടാണ് നോയ്സ് നമ്മൾ പ്രധാനമായിട്ട് തരത്തില്ല. നോയ്സ് എന്ന് വെച്ചാൽ എന്താ? നോയ്സ് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് സിഗ്നൽ ആണ് അല്ലെ. അൺവാണ്ടഡ് സിഗ്നൽ, അൺവാണ്ടഡ് സിഗ്നൽ, നമുക്ക് ആവശ്യമില്ലാത്ത സിഗ്നൽ അതിന്റെ ഇടയ്ക്കൊക്കെ കയറി വരും. അതിനെയാണ് എന്ത്? അൺവാണ്ടഡ് സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോയ്സ്. അൺവാണ്ടഡ് സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് നോയ്സ്. ഓക്കെ, യെസ്. അടുത്തത് ശ്രദ്ധിക്കുക, മോഡുലേറ്റഡ് കരിയർ വേവ് ഹാസ് എ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട്, മാക്സിമം ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട്, മിനിമം ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട്. വോൾട്ടേജിലാണ് തന്നിരിക്കുന്നത് അല്ലെ. എന്തോ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് പെർസെന്റേജ് ഓഫ് മോഡുലേഷൻ. മോഡുലേഷന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് പെർസെന്റേജ് ഓഫ് മോഡുലേഷൻ. അപ്പൊ നോക്കിക്കോണേ, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മിനിമം ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ശ്രദ്ധിക്കുക. യെസ്, percentage of modulation, small letter m is equal to, okay, maximum value of EMF minus minimum value of EMF divided by
maximum value of EMF plus minimum value of EMF into ചെയ്യണം. ഇതാണ് അല്ലെ. നമുക്ക് വോൾട്ടേജിന്റെ ഫോമില് EMFന്റെ ഫോമിലൊക്കെ തന്നാൽ ശ്രദ്ധിക്കണേ, പെർസെന്റേജ് ഓഫ് മോഡുലേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഡിവൈഡ് ബൈ ഇ മാക്സ് പ്ലസ് ഇ മിനിമം ഇൻറ്റു 100 അല്ലെ. അത്രയും ചെയ്താൽ നമുക്ക് പെർസെന്റേജ് ഉത്തരം കിട്ടും. നോക്കി ഇവിടുത്തെ ആൻസർ നോക്കാം. ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്ര? 750 മൈനസ് മിനിമം വാല്യൂ എത്ര? 250 ഡിവൈഡഡ് ബൈ 750 പ്ലസ് 250 എത്ര കിട്ടും? 500 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. ശരിയാണോ അല്ലെ? വെട്ടിപ്പോയി അവസാനം നമുക്ക് എന്ത് കിട്ടും? 0.5 ഇൻറ്റു 100 എന്ന് കിട്ടും അല്ലെ. 0.5 ഇൻറ്റു 100 എത്ര കിട്ടും? 50% കിട്ടും അല്ലെ. സോ ഉത്തരം എത്ര വരുന്നത്? 50%. ക്ലിയർ? ചെയ്യുന്ന രീതി മനസ്സിലായോ? അല്ലെ. മോഡുലേറ്റഡ് കരിയർ വേവ് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അതിനകത്ത് വരുന്ന കരിയർ വേവിന്റെ യെസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? മോഡുലേറ്റഡ് കരിയർ വേവിന്റെ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് തന്നിട്ട് 750 അതുപോലെ 250 മില്ലി വോൾട്ടിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് കൺവേർഷൻസ് ഒന്നും ചെയ്യാത്ത. ഓക്കെ യെസ് ആൻസർ നോക്കാം. ആൻസർ വന്നിരിക്കുന്ന ആൻസർ നോക്കി 50%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പെട്ടെന്ന്. നമുക്ക് എ മോഡുലേറ്റഡ് കരിയർ വേവ് ഹാസ് എ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് 500 ആൻഡ് 250. എങ്ങനെ ചെയ്യുന്നത്? വേഗം ചെയ്താട്ടെ. എം ഇസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യുന്നത്? 500 മൈനസ് 250 ഡിവൈഡഡ് ബൈ 500 പ്ലസ് യെസ് 250 എന്ന് വരും അല്ലെ. 250 ഡിവൈഡ് ബൈ 750 എന്ന് വരും. വെട്ടിപ്പോയിട്ട് 1/3 എന്ന് വരും. 1/3 ഇൻറ്റു 100% എന്ന് വരുന്നത്. 1/3 എന്ന് വെച്ചാൽ 0.33 അല്ലെ. ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും അല്ലെ? 33.3%. കണ്ടോ? എളുപ്പമാണോ? പറ. ഓക്കെ അല്ലേ? സെറ്റാണേ? ഓക്കെ യെസ്. ഡീമോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീമോഡുലേഷൻ അല്ലെ. മോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താ? മോഡുലേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡീമോഡുലേഷൻ. ശരിയല്ലേ? യെസ്. മോഡുലേഷൻ പല ടൈപ്പ് ഉണ്ട്. യെസ് അല്ലെ. നമുക്കൊരു കരിയർ വേവ് ഉണ്ട്, സിഗ്നൽ ഉണ്ട്. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നു. കരിയർ വേവും സിഗ്നലൂടെ കമ്പൈൻ ചെയ്യുന്നു. ശരിയല്ലേ? അതിനെ വിളിക്കുന്ന പേര് മോഡുലേഷൻ. ശരിയാണോ അല്ലെ? ഇവിടെ ട്രാൻസ്മിറ്റർ എന്തിലാണ് നടക്കുന്നത്? ഇനി ഇത് സെൻഡ് ചെയ്ത് സിഗ്നൽ റിസീവ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യുന്നു? ഈ കരിയർ വേവിനെയും സിഗ്നലിനെയും എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ. ഈ കരിയർ വേവിനെയും സിഗ്നലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേഷൻ. ക്ലിയർ? അറിയാവുന്ന കാര്യമാണ്. അപ്പൊ മോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് യെസ് ഡീമോഡുലേഷൻ. എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് മോഡുലേഷൻ. ക്ലിയർ? യെസ്. ഇനി നോയിസിനകത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നേരെ ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. പോരെ. അപ്പൊ ശ്രദ്ധിച്ചോണേ. വിച്ച് ടൈപ്പ് ഓഫ് നോയിസ് കംസ് ഫ്രം വിത്തിൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് തന്നെ വരുന്ന നോയിസ് അല്ലെ. അത്തരം നോയിസിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? ഇന്റേണൽ നോയിസ് എന്നാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന നോയിസിനെ വിളിക്കുന്ന പേര് ഇന്റേണൽ നോയിസ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടതാണ് നോയിസിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. നോയിസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു അല്ലെ. എന്തൊക്കെയാണ്? ഇന്റേണലിനും എക്സ്റ്റേണലിനും അല്ലെ. ഇന്റേണൽ എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് വെച്ചാൽ എന്താ അല്ലെ? വിത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അതിനെ എന്ത് വിളിക്കും? ഇന്റേണൽ നോയിസ് എന്ന് വിളിക്കും അല്ലെ. ആണോ? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഔട്ട്സൈഡ് വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? എക്സ്റ്റേണൽ നോയിസ് എന്ന് വിളിക്കും. ക്ലിയർ? ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് നോയിസ് കംസ് ഫ്രം വിത്തിൻ ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വന്നാൽ അത്തരം നോയിസിനെ വിളിക്കുന്നത് ഇന്റേണൽ നോയിസ്. ഓക്കെ. അപ്പൊ നോക്കിയേ. ദ നോയിസ് ദാറ്റ് എന്റേഴ്സ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ശരിയല്ലേ? ഔട്ട്സൈഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അല്ലെ ഔട്ട്സൈഡിൽ നിന്ന് വരികയാണെങ്കിലും പറ. അപ്പൊ അതിനെന്താ വിളിക്കും? എക്സ്റ്റേണൽ നോയിസ് എന്ന് വിളിക്കും. മനസ്സിലായ? എക്സ്റ്റേണൽ നോയിസ് എന്ന് വിളിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റാണ്? യെസ്. നോക്കാം. മറ്റു ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് നോയിസ് ഇൻക്ലൂഡ് തെർമൽ നോയിസ്, ഷോർട്ട് നോയിസ്, ഫ്ലിക്കർ നോയിസ് അല്ലെ. ഈ തെർമൽ നോയിസ്, ഷോർട്ട് നോയിസ്, ഫ്ലിക്കർ നോയിസ് ഇതെല്ലാം ഇന്റേണൽ നോയിസിനകത്ത് വരുന്നതാണ്. വിത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന നോയിസുകളാണ് തെർമൽ നോയിസ്, ഷോർട്ട് നോയിസ്, ഫ്ലിക്കർ നോയിസ്. ഇതാണ് തെർമൽ നോയിസ്, ഷോർട്ട് നോയിസ്, ഫ്ലിക്കർ നോയിസ്. ഇതെല്ലാം ഇന്റേണൽ നോയിസിനകത്ത് വരുന്നതാണ്. ഇന്റേണൽ നോയിസിനകത്ത് വരുന്നതാണ് തെർമൽ നോയിസ്, ഷോർട്ട് നോയിസ്, ഫ്ലിക്കർ നോയിസ്. ക്ലിയർ? ഓക്കെ. യെസ്. ശ്രദ്ധിച്ചു. അടുത്ത ചോദ്യം. വാട്ട് ഈസ് നെയിം ഓഫ് നോയിസ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്? ഒരു കണ്ടക്ടറിനകത്ത് തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് കാരണം ഉണ്ടാകുന്ന നോയിസിനെ വിളിക്കുന്ന പേരുണ്ട്.
അതാണ് തെർമൽ മോഷൻ അല്ലെ, റാൻഡം മോഷൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഒരു നോയിസ് ഉണ്ട്, അത് അതിനെ വിളിക്കുന്ന പേര് നോയിക്കോണേ. ജോൺസൺ നിക്കിസ് നോയിസ് എന്ന് പറഞ്ഞാൽ ശരി, നിക്കിസ് നോയിസ് എന്ന് പറഞ്ഞാലും ശരി, തെർമൽ എജിറ്റേഷൻ നോയിസ് എന്ന് പറഞ്ഞാലും ശരി, ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞാലും ശരി, ഇതെല്ലാം വരുന്നുണ്ട് അല്ലെ. തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് കാരണം ഉണ്ടാവുന്ന നോയിസിനെ വിളിക്കുന്ന പേരാണ് ജോൺസൺ നിക്കിസ് നോയിസ്, നിക്കിസ് നോയിസ്, തെർമൽ എജിറ്റേഷൻ നോയിസ്, ഓൾ ഓഫ് ദ എബോവ്, ഇതെല്ലാം വരും. ക്ലിയർ 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 ഓക്കെ ഓക്കെ യെസ്. വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് തെർമൽ നോയിസ്? തെർമൽ നോയിസ് ഉണ്ടാവാനുള്ള പ്രൈമറി കോസ് എന്താണ്? എന്താണ്? റാൻഡം മോഷൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോഷൻസ് ആണ് എന്താ തെർമൽ നോയിസ് ഉണ്ടാവാനുള്ള കാരണം. തെർമൽ നോയിസിന്റെ വേറെ പേര് പറഞ്ഞ ജോൺസൺ നിക്കിസ് നോയിസ്, നിക്കിസ് നോയിസ് അല്ലെ, തെർമൽ എജിറ്റേഷൻ നോയിസ്, ഇതൊക്കെ അതിന്റെ വേറെ പേരാണ്. വാട്ട് ഈസ് പർപ്പസ് ഓഫ് നോയിസ് റിഡക്ഷൻ ടെക്നിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെ. നോയിസ് റിഡക്ഷൻ സിസ്റ്റംസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നോയിസിന്റെ അളവ് കുറയ്ക്കാൻ അല്ലെ, ടു ഡിക്രീസ് നോയിസ് ലെവൽ, നോയിസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി, നോയിസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നോയിസ് റിഡക്ഷൻ ടെക്നിക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്നത്. ക്ലിയർ യെസ്. വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് എഫക്ട് ഓഫ് നോയിസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് അല്ലെ നോയിസിന്റെ എഫക്ട് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? തിയറി ആയിട്ട് പഠിച്ചോണം. ആംപ്ലിഫിക്കേഷൻ പറ്റും, ഫിൽറ്ററിങ് പറ്റും, എറർ കറക്ഷൻ, ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോയിസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നോയിസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്ത്? ആംപ്ലിഫിക്കേഷൻ, ഫിൽറ്റർ, എറർ കറക്ഷൻ, ഇതെല്ലാം പറ്റും. ക്ലിയർ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് നോയിസ് ഈസ് ജനറേറ്റഡ് ബൈ നാച്ചുറൽ ഫിനോമിന? നാച്ചുറൽ ഫിനോമിന ലൈക്ക് ലൈറ്റ്നിങ് ആൻഡ് സോളർ ആക്ടിവിറ്റി. ലൈറ്റ്നിങ്, സോളർ ആക്ടിവിറ്റി ഇതൊക്കെ കാരണം നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്, ശരിയല്ലേ? അത്തരം നോയിസിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് നോയിസ്. എന്ത് വിളിക്കും? അറ്റ്മോസ്ഫിയറിക് നോയിസ്. എന്താ വിളിക്കും? അറ്റ്മോസ്ഫിയറിക് നോയിസ്, അറ്റ്മോസ്ഫിയറിക് നോയിസ്, അറ്റ്മോസ്ഫിയറിക് നോയിസ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് നോയിസ്, അറ്റ്മോസ്ഫിയറിക് നോയിസ് കിട്ടിയോ? അറ്റ്മോസ്ഫിയറിക് നോയിസ്. നോക്ക്, വിച്ച് ടൈപ്പ് ഓഫ് നോയിസ് ഈസ് ജനറേറ്റഡ് ബൈ നാച്ചുറൽ ഫിനോമിന ലൈക്ക് ലൈറ്റ്നിങ് ആൻഡ് സോളർ ആക്ടിവിറ്റി? ആൻസർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് നോയിസ്. വാട്ട് ഈസ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്ലിക്കർ നോയിസ്? ശ്രദ്ധിച്ചോണേ, ഫ്ലിക്കർ, ഫ്ലിക്കർ അതിനകത്ത് എഫ് ഉണ്ട്, ഫ്ലിക്കർ അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഓപ്ഷൻസ് നോക്കുക. റാൻഡം ഫ്ലക്ച്വേഷൻസ് അല്ലെ, റാൻഡം ആയിട്ട് സംഭവിക്കുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് ഫ്ലിക്കർ നോയിസിലേക്ക് ലീഡ് ചെയ്യുന്നത്. പഠിക്കാൻ എളുപ്പമാണ്. ഫ്ലിക്കർ നോയിസ്, റാൻഡം ഫ്ലക്ച്വേഷൻ, ഫ്ലക്ച്വേഷൻ, ഫ്ലിക്കർ നോയിസ്, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്ലിക്കർ നോയിസ് എന്താണ്? യെസ്, എന്താണ്? റാൻഡം ഫ്ലക്ച്വേഷൻസ് ആണ് ആൻസർ. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് നോയിസ് ഈസ് കോസ്ഡ് ബൈ ഡിസ്ക്രീറ്റ് നേച്ചർ ഓഫ് ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റിന്റെ ഡിസ്ക്രീറ്റ് നേച്ചർ കാരണം ഉണ്ടാവുന്ന നോയിസിനെ വിളിക്കുന്ന പേരാണിത് ഷോർട്ട് നോയിസ്. എന്താ വിളിക്കും? ഷോർട്ട്. എന്താ വിളിക്കും? ഷോർട്ട് അല്ലെ. വാട്ട് ടൈപ്പ് ഓഫ് നോയിസ് ഈസ് കോസ്ഡ് ബൈ ഡിസ്ക്രീറ്റ് നേച്ചർ ഓഫ് ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റിന്റെ ഡിസ്ക്രീറ്റ് നേച്ചർ കാരണം ഉണ്ടാവുന്ന നോയിസിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് നോയിസ്. ക്ലിയർ. ഓക്കെ, യെസ് യെസ്. ഓക്കെ അല്ലെ. അടുത്ത നോക്കൂ, വാട്ട് ഈസ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ? സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ? എന്താണ്? നോക്ക്, ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ടു നോയിസ് പവർ. സിഗ്നൽ പവറും നോയിസ് പവറും തമ്മിലുള്ള അല്ലെ, യെസ്, റേഷ്യോ വിളിക്കുന്ന പേരാണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ. എന്താണ്? സിഗ്നൽ ടു നോയിസ് റേഷ്യോ, സിഗ്നൽ ടു നോയിസ് റേഷ്യോ, സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്താണ്? മെഷർ ഓഫ് റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ടു നോയിസ് പവർ. സിഗ്നൽ പവർ ടു നോയിസ് പവർ എന്താ വിളിക്കും? എന്ത് വിളിക്കും? പറ, എന്ത് വിളിക്കും? സിഗ്നൽ നോയിസ് റേഷ്യോ, SNR എന്ന് വിളിക്കും. SNR. ഓക്കെ, യെസ്. വാട്ട് ഈസ് ഫോർമുല ഫോർ SNR ഇൻ ഡെസിബിൾ? ഡെസിബിളിനകത്ത് എന്ത് SNR കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത്? നോക്കിക്കോണേ, ഇതാണ് ഫോർമുല. നോക്കിക്കോണേ, സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയിസ് പവർ എല്ലാവർക്കും അറിയാം. സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയിസ് പവർ അല്ലെ. അതിന്റെ കൂടെ എന്ത് പറഞ്ഞാൽ 10 log to the base 10. 10 log to the base 10 ആണ് സിഗ്നൽ പവർ ടു നോയിസ് പവർ. 10 log 10, yes, 10 log to the base 10 സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയിസ് പവർ. ഇതാണ് അല്ലെ. എന്താണ്? യെസ്, സിഗ്നൽ നോയിസ് റേഷ്യോ ഇൻ ഡെസിബിൾ ആണ്. ഡെസിബിൾ. ഓക്കെ, യെസ്. വാട്ട് ഡസ് ഹയർ SNR ഇൻഡിക്കേറ്റ്? അല്ലെ, ഹയർ വാല്യൂ ഓഫ് SNR ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ട്രോങ്ങർ സിഗ്നൽ, സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലിനെയാണ് എന്ത് കാണിക്കുന്നത് അല്ലെ? ഹയർ വാല്യൂ. SNR ഹൈ വാല്യൂ എന്നതിന്റെ അർത്ഥം എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ആണ്, നോയിസ് കുറവാണെന്ന് അർത്ഥം. കിട്ടിയോ? ഹയർ SNR ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സ്ട്രോങ്ങർ സിഗ്നൽ, ലെസ് നോയിസ്. അങ്ങനെയാണ് ലോവർ SNR എന്തായിരിക്കും? വീക്കർ സിഗ്നൽ, മോർ നോയിസ്. ലോവർ SNR എന്താ കാണിക്കുന്നത്? വീക്കർ സിഗ്നൽ ആൻഡ് മോർ നോയിസ്. ക്ലിയർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് SNR? SNRനെ എഫക്ട് ചെയ്യുന്ന അല്ലെ, സിഗ്നൽ നോയിസ് റേഷ്യോ എഫക്ട് ചെയ്യുന്ന യെസ് ഫാക്ടർ എന്തൊക്കെയാണ്? സ്ട്രെങ്ത് ഓൺലി, നോയിസ് ഓൺലി, ഫ്രീക്വൻസി ഓൺലി. അല്ലെ, ഇതെല്ലാം എഫക്ട് ചെയ്യും.
ഓൾ ഓഫ് ദ അബവ് സിഗ്നൽ സ്ട്രെങ്ത്, നോയിസ് ലെവൽ, ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത്, ട്രാൻസ്മിഷൻ ഓഫ് മീഡിയം, ഇതെല്ലാം വരും. അപ്പൊ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് SNR എന്തൊക്കെയാ? സിഗ്നൽ സ്ട്രെങ്ത്, നോയിസ് ലെവൽ, ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത്, ട്രാൻസ്മിഷൻ മീഡിയം, ഇതെല്ലാം ഇതിനെ അഫക്ട് ചെയ്യും. ക്ലിയർ? യെസ്. ഹൗ ഡസ് ആൻ ഇൻക്രീസ് ഇൻ സിഗ്നൽ സ്ട്രെങ്ത് അഫക്ട് SNR? അല്ലെ, സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടി അത് SNR-നെ എങ്ങനെ ബാധിക്കും? എന്ത് ചെയ്യും? SNR ഇൻക്രീസ് ആവും. ഹൗ ഡസ് ആൻ ഇൻക്രീസ്, അല്ലെ, സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടി, നോയിസ് കുറഞ്ഞു, അപ്പൊ എന്താണ് സിഗ്നൽ നോയിസ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അല്ലെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെനിഫിറ്റ് ഓഫ് ഹയർ SNR? ഹയർ SNR ബെനിഫിറ്റ് എന്താണ്? ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി ആണ്. ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി, ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി ആണ് ഹയർ SNR-ന്റെ ബെനിഫിറ്റ്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത നോക്ക്, എ സിഗ്നൽ പവർ, സിഗ്നലിന്റെ പവർ തന്നെ, സിഗ്നൽ ഹാസ് എ പവർ ഓഫ് 1000 milliwatt, 1000 milliwatt ആണ് പവർ, ആൻഡ് കറപ്റ്റഡ് ബൈ നോയിസ് വിത്ത് എ പവർ ഓഫ്, നോയിസിന് വന്നിട്ടുണ്ടല്ലോ എത്ര? 10 milliwatt. ശരിയല്ലേ? വാട്ട് ഈസ് SNR ഇൻ dB? SNR കണ്ടുപിടിക്കണം, dB-യിലാണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ? SNR ഇൻ dB. ഇക്വേഷൻ എന്താ? SNR ഇൻ dB ഇക്വേഷൻ എന്താ? 10 log to the base 10, ശരിയല്ലേ? സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയിസ് പവർ. ഇതാണ് ഇക്വേഷൻ. ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇങ്ങനെ 10 log to the base 10 ആണ്. ഓക്കെ, സിഗ്നലിന്റെ പവർ എത്ര? 1000 ഡിവൈഡഡ് ബൈ 10. മില്ലി ഉണ്ട് വെട്ടിപ്പോയി, പ്രശ്നമില്ല. സോ വെട്ടിപ്പോയിട്ട് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ശരിയാണ് അല്ലേ? അപ്പൊ നോക്കിയേ, 10 log to the base 100 എന്നാ കിട്ടുന്നത് അല്ലേ? log 100 എത്ര? log 100 2. അപ്പൊ 10 into 2 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ആൻസർ 20 dB. മനസ്സിലായോ? log 100 എന്താ? log 100ന്റെ വാല്യൂ എത്ര? 2 ആണ്. log 100ന്റെ വാല്യൂ എത്ര? 2 ആണ്. അപ്പൊ നോക്കിയേ, 10 പുറത്തുണ്ട്. ഓക്കെ, log 100 2 ആണ്. 10 into 2 20 dB. ആൻസർ 20 dB. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോണിക്സിലെ കുറച്ച് MCQs ആണ് ചെയ്തത്. വീണ്ടും കുറച്ച് MCQ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.